പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ നമുക്ക് ലഭിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. കാരണം വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മ പ്രചോദനത്താലാണ്. അതുകൊണ്ട് തന്നെ വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മ പ്രചോദനത്താലാണ്. വചനം കേൾക്കാനും ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കൃപ തരുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ഈരടികളോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. വചനത്തിൻ്റെ പുത്തൻ ഉൾക്കാഴ്ചകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന്. പരിശുദ്ധാത്മാവേ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരു പുതിയ ചൈതന്യമായി ഞങ്ങളിൽ നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പരിശുദ്ധാത്മാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഒരു പുതിയ കൃപയായി, ആവാം ദൈവമേ ഒരു പുതിയ അഭിഷേകമായി എൻ്റെ ഉള്ളിൽ വസിക്കാൻ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ, ദൈവമേ തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, പ്രകാശത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കാൻ. പരിശുദ്ധാത്മാവേ സ്ലീഹന്മാരെ നയിച്ചതുപോലെ, രക്തസാക്ഷികളിൽ അഭിഷേകമായി നിറഞ്ഞതുപോലെ, അനേക വിശുദ്ധാത്മാക്കളിൽ കൃപയായി ജ്വലിച്ചതുപോലെ രക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണേ. ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങളെ യാചനാരൂപത്തിൽ തുറന്ന് വിളിച്ച് സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു നവമായ അഭിഷേകമായി ഞങ്ങളിലേക്ക് അങ്ങ് വന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഒരു പുതിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധിയിലും കൃപയിലും ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹാലലിയ ഹാലലിയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്ന ഒരു വചനം യോഹന്നാൻ സുവിശേഷം
2-13 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൽ ഈശോ പറയുന്ന ഒരു വചനം അതിങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. സകല ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് ദേവാലയം എന്ന് നമുക്കറിയാം. ഇവിടെ ഈശോ പറയുകയാണ്, ദൈവവും മനുഷ്യനും പരസ്പരം കണ്ടുമുട്ടുന്ന ഈ ദേവാലയത്തെ ഞാൻ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശോ ദേവാലയം ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ എന്താണ് നിനക്ക് അധികാരം? നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും ഈശോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അതിന് ഉത്തരം പറയുന്നുണ്ട്: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ്, ഈശോ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയം എന്ന് പറയുന്നത് ഈശോ പറയാണ്, അത് എൻ്റെ ശരീരമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന വിശുദ്ധ ദേവാലയമാണ് ഈശോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ജെറുസലേം ദേവാലയത്തിന് അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവർക്ക് ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേം ദേവാലയമാണ്. ഈ ദേവാലയത്തിലാണ് അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ഈ ദേവാലയത്തിൽ മാത്രമാണ് അവർക്ക് ബലിപീഠമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മതാത്മക ജീവിതത്തിൽ ഈ ജെറുസലേം ദേവാലയത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ടായിരുന്നു. ഏതൊരു യഹൂദനും ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തണമെന്നത് അവരുടെ നിയമമായിരുന്നു. നമുക്കതറിയാം. ഈ ദേവാലയം കേന്ദ്രമാക്കിയാണ് അവരുടെ മതാത്മക ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെ അവർ വളർത്തിയെടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിന് ഈ ദേവാലയം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദേവാലയത്തിൽ ദൈവവും മനുഷ്യനും പരസ്പരം സംയോജിക്കുന്ന വേദി എന്ന് പറയുന്നത് അത് ബലിപീഠമാണ്. ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിലൂടെയാണ് മനുഷ്യൻ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നതും. പക്ഷേ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഈശോ അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിലെ ബലിയർപ്പണം യഥാർത്ഥ ബലിയർപ്പണമായി മാറണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതായത് ബലിയർപ്പണം യഥാർത്ഥ ബലിയർപ്പണമാകുന്നത് അതിൽ ആത്മാർപ്പണമുള്ളപ്പോഴാണ്. ഈ ആത്മാർപ്പണമില്ല എങ്കിൽ ബലിയർപ്പണം വെറും ആചാരാനുഷ്ഠാനം മാത്രമായി മാറും. ഇസ്രായേൽ ജനം ദൈവത്തിന് ബലിയർപ്പിച്ചു. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാകും. അതായത് ഇസ്രായേൽ ജനം ദൈവത്തിന് ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലി, അത് കാളക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, പ്രാവിൻ കുഞ്ഞുങ്ങൾ, ധാന്യബലി, ഇങ്ങനെയൊക്കെ സമർപ്പിക്കുന്നത് നമ്മൾ കാണും. എന്തിനു വേണ്ടിയാണ് ഇവ സമർപ്പിക്കുന്നത്? ഇവ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണോ? അല്ല. പിന്നെയോ, തന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ആട്ടിൻ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ കാളക്കുട്ടിയെ അവർ ബലിയർപ്പിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യജാതരെല്ലാം എനിക്കുള്ളതായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ഇതിൻ്റെ പ്രതീകമായി
ഈ കുഞ്ഞുങ്ങൾക്ക് പകരം നിങ്ങൾ ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച്, ആട്ടിൻ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്നത് ആട്ടിൻ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയല്ല, പിന്നെയോ നിന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്. അപ്പോൾ എപ്പോഴാണ് ഇത് വെറും ആചാരം മാത്രമായി മാറുന്നത്? ഞാൻ എന്നെ സമർപ്പിക്കാതെ ഒരാട്ടിൻകുഞ്ഞിനെ കൊണ്ട് ഈ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ അത് വെറും ആചാരം മാത്രമായി മാറുന്നു. ഈശോ ഈ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഈ ദേവാലയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ വെറും ആചാരമായി മാത്രം ഈ ബലിയർപ്പണത്തെ മാറ്റുമ്പോൾ ഈ ദേവാലയം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ, ഈ പ്രാവും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ ആവശ്യപ്പെട്ടു. നിന്റെ സമർപ്പണമില്ലാതെ നീ കൊണ്ടുവരുന്ന ഈ കാഴ്ച വസ്തുക്കൾ എനിക്കെന്തിനാ? അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. എന്നിട്ട് ഈശോ പറയുക, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന, ആത്മാർപ്പണമില്ലാത്ത, ദൈവ മനുഷ്യ ബന്ധത്തിലേക്ക് എത്തിക്കാത്ത ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞ ഈ ദേവാലയം ദൈവത്തിന് പ്രീതികരമല്ല. ഞാൻ 3 ദിവസത്തിനകം അത് പുനഃസ്ഥാപിക്കും. എന്താണ് ഈ 3 ദിവസം? നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിൽ 3 ദിവസം എന്ന് പറയുന്നത് ഈശോയുടെ പെസഹ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരടയാളമാണ്. അഥവാ ഈശോയുടെ കാൽവരി ബലിയെ അനുസ്മരിപ്പിക്കുന്ന അടയാളമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് പുനരുദ്ധരിക്കും. എങ്ങനെയാ ഈശോ ദേവാലയം പുനരുദ്ധരിച്ചത്? യഥാർത്ഥ ബലി ഈശോ കുരിശിൽ അർപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥ ബലി? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ഈശോയുടെ ജീവിതം മുഴുവൻ അതായിരുന്നു. ഓരോ നിമിഷങ്ങളിലും പിതാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഈശോ തൻ്റെ ശുശ്രൂഷകളെ ക്രമീകരിച്ചു. ഓരോ നിമിഷവും പിതാവിനോട് ആലോചന ചോദിച്ചു. സ്വന്തം ഇഷ്ടമല്ല ഈശോ നടത്തിയത്. സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ, കുരിശിൽ ബലിയായി തീരേണ്ട സമയം ആഗതമായപ്പോഴും ഈശോ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം. അതായത് യഥാർത്ഥ ബലിയർപ്പണം അവിടെ നടക്കുകയാണ്. എവിടെ? കുരിശിൽ. യഥാർത്ഥ ബലിപീഠം സ്ഥാപിക്കപ്പെടുകയാണ്. ഏതാ? അത് കുരിശ. ഈ പ്രപഞ്ചത്തിൽ ഈശോ യഥാർത്ഥ ബലിപീഠം സ്ഥാപിക്കുകയായിരുന്നു. അത് കുരിശാണ്. യഥാർത്ഥ ബലി അർപ്പിക്കുകയായിരുന്നു. അത് കുരിശിലെ തൻ്റെ ആത്മസമർപ്പണമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് എന്ന് സുവിശേഷകൻ ഇവിടെ പറഞ്ഞു വെച്ചു. അതായത് തൻ്റെ ശരീരത്തിൽ ഈശോ സ്വയം ഒരു ബലിയായി പിതാവിന് സമർപ്പിച്ചു. ഇന്ന് ഈ ഈശോയുടെ മൗതിക ശരീരമാണ് തിരുസഭ. ഈശോയുടെ ഈ ശരീരമാണ്, ദേവാലയമാണ് തിരുസഭ. ഈശോയുടെ ദേവാലയമാണ് കുടുംബം. ഈശോയുടെ ദേവാലയമാണ് നാം ഓരോരുത്തരും. ഈ തിരുസഭയിൽ, ഈ കുടുംബത്തിൽ, ഈ ശരീരത്തിൽ ഈ ബലിയർപ്പണം നടക്കണം. ഏത് ബലിയർപ്പണം? സ്വയം ശൂന്യമായി ദൈവ തിരുമനസ്സിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമർപ്പണത്തിലാണ് ദൈവ മനുഷ്യ സമാഗമം അഥവാ ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവം സംജാതമാവുക. സഹനത്തിലൂടെ, കുരിശിലൂടെ സ്വയം ശൂന്യമായി ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നോ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് ദൈവം കൂടെ വസിക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബലിയർപ്പണങ്ങളൊക്കെ കൃപയുടെ അഭിഷേകമായിട്ട് മാറും. പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട്, പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നില്ല.
എന്തുകൊണ്ട് അനുഭവമാകാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന ഒരിക്കലും ഒരാചാരാനുഷ്ഠാനം മാത്രമല്ല. പിന്നെയോ അത് ഈശോയുടെ ആത്മബലിയാണ്. പിതാവായ ദൈവത്തിന് ഈശോ നിത്യമായി അർപ്പിച്ച ബലിയിൽ ഞാൻ പങ്കുചേരുമ്പോൾ അത് ഒരാചാര അനുഷ്ഠാനം മാത്രമായി ഞാൻ കരുതിയാൽ അത് തെറ്റാ. ഓർക്കുക, ബലിയർപ്പിക്കുന്ന പുരോഹിതനും വന്നു നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരു വെറും കടമയായി മാത്രം കണ്ടാലും പരിശുദ്ധ കുർബാനയുടെ കൃപയിൽ ഒരല്പം പോലും കുറവ് വരുന്നില്ല. കാരണം അത് ഞാൻ അർപ്പിക്കുന്ന ബലി എന്നതിനേക്കാൾ അതെൻ്റെ ഈശോ തൻ്റെ നിത്യപിതാവിന് അർപ്പിച്ച ബലിയാണ്. ഇതിൽ ഞാൻ പങ്കാളിയാവുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന എനിക്കൊരനുഭവമായി മാറുന്നത് എപ്പോഴാണ്? ഈശോ അർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും, എൻ്റെ ജീവിത സഹനങ്ങളിലും ദൈവഹിതത്തോട് പൂർണ്ണമായും ഞാൻ വിധേയപ്പെടുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, എൻ്റെ ഇഷ്ടം മാറ്റിവെക്കുമ്പോൾ, ഞാൻ ഈ കുർബാന അർപ്പണത്തിലേക്ക് വരുമ്പോൾ അത് എൻ്റെ ആത്മസമർപ്പണമായി മാറും. സ്വാഭാവികമായും കുരിശ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാകും. ഈ കുരിശിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലി എൻ്റെ ജീവിത ബലിയായി മാറും. ഈശോയുടെ ബലിയോട് എൻ്റെ ജീവിത ബലി ചേർത്ത് വയ്ക്കപ്പെടുക. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനെന്ന വ്യക്തി ദേവാലയമാകും. എൻ്റെ കുടുംബം ദേവാലയമാകും. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങൾ ദേവാലയമാകും. കാരണം എന്താ? എന്നിൽ ദൈവകൃപ നിറയുന്നു, എന്നിൽ ദൈവം നിറയുന്നു, എന്നിൽ ദൈവ സാന്നിധ്യം നിറയുന്നു. ഈ സാന്നിധ്യവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്നെ കാണുന്നവരും ഞാൻ കാണുന്നവരും ദൈവകൃപയാൽ നിറയുന്ന അനുഭവമുണ്ടാകും. പരിശുദ്ധി അമ്മ അങ്ങനെയായിരുന്നു. പരിശുദ്ധി അമ്മ എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്ത് സംഭവിച്ചു? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കാരണം എന്താ? പരിശുദ്ധി അമ്മയിൽ ദൈവം വസിക്കുന്ന അനുഭവമായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നാം ബലിയർപ്പകരാകണം, നാം ബലിയാകണം. ബലിയായവൻ്റെ മുൻപിൽ നാം വരുമ്പോൾ നമ്മുടെ ബലിയെ അവിടുന്ന് തൻ്റെ ബലിയോട് ചേർത്ത് വയ്ക്കും. അതാണ് പരിശുദ്ധ കുർബാന അർപ്പണം. അങ്ങനെ അർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പണം എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അനുഭവമായി മാറും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ജീവിതത്തെ ബലിയാക്കി മാറ്റിയ അനേകരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ, ഈശോ കുരിശിൽ സ്വയം ബലിയായി സമർപ്പിക്കുമ്പോൾ ആ ബലിയോട് പൂർണ്ണമായും ഐക്യപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ആ കുരിശിൽ ചേർത്ത് തറയ്ക്കപ്പെട്ടതാ. അവിടെയും പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം, എന്തിനാ എൻ്റെ മകൻ ഇങ്ങനെ പീഡ അനുഭവിക്കേണ്ടി വരുന്നത്? ചോദ്യം ചോദിക്കാം. പക്ഷേ ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? അത് മറ്റൊന്നുമല്ല, ഗബ്രിയേൽ ദൂതൻ ദൈവഹിതം വെളിപ്പെടുത്തിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ വാക്കുകൾ കുരിശിൻ ചുവട്ടിലും അവൾ ആവർത്തിച്ചു. അത് മറ്റൊന്നുമല്ല, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈശോ പത്രോസ്ലിഹായോട് പറഞ്ഞു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതായത് നിന്റെ ഇഷ്ടം മുഴുവൻ ബലിയായി മാറ്റുമ്പോഴാണ് നീ എൻ്റെ സാക്ഷിയായി മാറുക. അങ്ങനെ സമർപ്പിക്കാൻ വിശുദ്ധ പത്രോസ്ലിഹായും മറ്റ് ശിഷ്യന്മാരും തയ്യാറായപ്പോൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് അവർ ഈശോയുടെ വചനത്തിൻ്റെ സാക്ഷികളായി. വിശുദ്ധാത്മാക്കളുടെ ജീവിതം എടുക്കുക, രക്തസാക്ഷികളുടെ ചരിത്രം എടുത്തു നോക്കുക. അവരെന്താ ചെയ്തത്? അവരുടെ ജീവിതത്തിൽ അവർക്ക് സുരക്ഷിതമായി വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിടത്ത്
തങ്ങളെ മറന്ന് ഈശോയെ സ്നേഹിച്ചു. ഈശോയുടെ വചനത്തിന് മുൻപിൽ, ഈശോയുടെ മുമ്പിൽ അവർ തങ്ങളെ ഒരു ബലിയായി സമർപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അതായത് സ്വന്തം ജീവിതം, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം സുരക്ഷിതത്വം, ഇതൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെയോ ഈശോ മാത്രം, ഈശോയുടെ മുൻപിൽ ഒരു ബലിയായി മാറിയ ജീവിതം. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് അനുഗ്രഹമായി മാറിയിട്ടുള്ളത്. വിശുദ്ധ അൽഫോൻസാമ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണമെങ്കിൽ സാധാരണ പോലെ ഒരു നല്ല കുടുംബജീവിതം നയിച്ച് സാമ്പത്തികമായി ഉയർന്ന് ജീവിച്ചു പോകാമായിരുന്നു. പക്ഷേ ദൈവഹിതത്തിന് മുൻപിൽ സ്വയം സമർപ്പിച്ചു, ഈശോയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. ആ വിശുദ്ധ ജീവിതം ജീവിച്ചിരുന്ന കാലത്ത് അധികമാരാലും അറിയപ്പെടാതെ പോയ ആ ജീവിതം കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ ആ കല്ലറ അനുഗ്രഹത്തിൻ്റെ ഉറവയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറണം, അനേകർക്ക് അനുഗ്രഹമാകണം. അതിനെന്ത് ചെയ്യണം? ഈ ഒരു സമർപ്പണം, ഈ ഒരു ബലിയർപ്പണം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിന് ദൈവം ആവശ്യപ്പെട്ടതെന്താ? നീ നിൻ്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. സുരക്ഷിതത്വം ഉപേക്ഷിച്ച് അരക്ഷിതത്വത്തിലേക്ക് ഇറങ്ങാൻ അബ്രാഹം തയ്യാറായപ്പോൾ, ദൈവഹിതത്തോട് വിശ്വസ്തത പുലർത്താൻ തയ്യാറായപ്പോൾ, ഈ അബ്രാഹത്തിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെല്ലാം അനുഗ്രഹമായിട്ടുണ്ടോ അവരെല്ലാം ബലിയായി മാറാൻ തയ്യാറായിട്ടുണ്ട്. അവരെല്ലാം സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. സഹനത്തിൻ്റെ വഴികളിലേക്ക് സ്വയം എടുത്തെറിയപ്പെടാൻ അവർ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ തയ്യാറാകുന്നവരാ അനുഗ്രഹമാകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും. എന്താ അഴിയുക എന്ന് പറഞ്ഞാൽ? സ്വയം ഇല്ലാതാവുക എന്ന അർത്ഥം, ബലിയായി മാറുക എന്ന അർത്ഥം. ഇങ്ങനെ ബലിയായി തീർന്ന് കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക്, കൂടെയുള്ളവർക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നാം ഒരനുഗ്രഹമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശോ സ്വയം ബലിയായതുപോലെ ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയം പുനഃസ്ഥാപിച്ചതുപോലെ ഈ ആലയമായി നമ്മുടെ ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് സമർപ്പിക്കാം. അതിനുള്ള കൃപാവരം ഈശോ നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന അനുഭവമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. ആമേൻ. പ്രപഞ്ചം മുഴുവനോടും ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് ഈശോയെ, മഹത്വത്തിൻ്റെ രാജാവിനെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. ദൈവകൃപ നമ്മളിൽ നിറയാൻ, അഭിഷേകം നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മെ സമ്പൂർണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, മഹത്വപൂർണനായ രാജാവേ, സകല സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും അരുളിച്ചത് ഈശോയെ. ഈശോയെ, മഹത്വത്തിന്റെ രാജാവേ, സ്വർഗം മുഴുവനോടും ചേർന്ന് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ആദിയും അന്തവുമായ ഈശോ, മഹത്വപൂർണനായ രാജാവ്, ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു.
രക്ഷകനായ ദൈവം, സ്തുതികൾക്കും സൗഖ്യമായ ദൈവം, പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, സ്വയം ബലിയായി തീർന്ന ഈശോ, ആരാധിക്കാം നമുക്ക് അവിടുത്തെ. അവിടുത്തെ മഹത്വത്തെ ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ ഈശോയെ, മഹത്വത്തിന്റെ രാജാവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഞങ്ങളുടെ രക്ഷയെ, ഞങ്ങളുടെ സൗഖ്യമേ, ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ, മഹത്വപ്പെടുത്തുന്നു അങ്ങയെ ഞങ്ങൾ. സ്വർഗവാസികളോട് ചേർന്ന് ഹല്ലേലൂയ പാടി സ്തുതിക്കാം. സകല സ്വർഗവാസികളോട് ചേർന്ന്, സകല മാലാഖമാരോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വത്തിന്റെ രാജാവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങള് നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തിയും സൗഖ്യവും കടന്നു വരുന്നതിനെ കണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാൻ കുരിശാകുന്ന ബലിപീഠം സ്ഥാപിച്ച് ആ ബലിപീഠത്തിൽ സ്വയം ബലിയായി അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. ഒരു പുതിയ അഭിഷേകം നമ്മളിൽ നിറയട്ടെ, ഒരു പുതിയ ശക്തി നമ്മളിൽ നിറയട്ടെ, കൃപ നമ്മളിൽ നിറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, അതെ, ദിവ്യകാരുണ്യം നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഈശോയുടെ തിരുശരീര രക്തങ്ങൾ. ദിവ്യകാരുണ്യ ഈശോ കൈനീട്ടി ആശീർവദിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നമുക്ക് ചോദിച്ചു വാങ്ങാം. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ജനത്തിന്മേൽ കൃപയുടെ അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ സുഖമാകപ്പെടട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ, സൗഖ്യവും കൃപയും നിറയട്ടെ. കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ